സത്യത്തിൽ വിരാട് കോഹ്ലി എന്ന നായകൻ അദ്ദേഹത്തിന്റെ ഒരു പേര് തീർച്ചയായിട്ടും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ രേഖപ്പെടുത്തും എന്നുള്ള സംശയമൊന്നും വേണ്ട. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നത് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള റണ്ണുകൾ, ഒന്ന് അദ്ദേഹത്തിന്റെ നായക മികവ്. അദ്ദേഹം ഇത്രയും നമ്പേഴ്സ് ഇന്ത്യയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ക്യാപ്റ്റൻ ആയെന്നുള്ളതിനപ്പുറത്ത് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഇത്രത്തോളം അഗ്രഷൻ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ആന്റിക്സിൽ മാത്രമാണ്. അദ്ദേഹം മൈതാനത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കപ്പുറത്ത് നിന്ന് അദ്ദേഹം ക്രിക്കറ്റിനെ സമീപിച്ചിരുന്നത് 5 ബോളേഴ്സ് വേണം, എനിക്ക് 5 ബോളേഴ്സാണ് എന്റെ മത്സരം വിജയിപ്പിക്കാൻ പോകുന്നത്, ഇത് ഈ ടെസ്റ്റ് രക്ഷപ്പെടാനല്ല ഞങ്ങൾ ജയിക്കാനാണ് പോകുന്നത് എന്നുള്ള അഗ്രഷൻ കാണിച്ച ഒരു ക്യാപ്റ്റനായിട്ട് തന്നെയായിരിക്കും വിരാട് കോഹ്ലി നമ്മൾ ഓർമ്മിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇതൊരു ശരിയായ തീരുമാനം എന്നാണോ താങ്കൾ വിലയിരുത്തുക? കാര്യം സ്വയം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പലരും അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ കോഹ്ലിയും അത് തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ, ഓസ്ട്രേലിയയുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഒരു ബാധ്യതയായി ടെസ്റ്റ് ടീമിൽ തുടരേണ്ടതില്ല, പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടട്ടെ എന്ന മട്ടിലൊക്കെ ആയിരിക്കുമോ കോഹ്ലി അതിനെ സമീപിച്ചത്? അല്ല, ഒരു ബാധ്യതയായിട്ട് ടെസ്റ്റ് ടീമിൽ തുടരുന്ന രീതിയിലേക്ക് വിരാട് കോഹ്ലി അങ്ങനെ ആലോചിക്കുക പോലും ഇല്ല എന്നുള്ളത് സംശയമില്ല. പക്ഷെ നമുക്കറിയാം, ഇംഗ്ലണ്ട് പോലെയുള്ള വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ടാക്ടിക്കലിയും ഇമ്പോർട്ടൻസ് ആവശ്യമുള്ള, അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആവശ്യമുള്ള വളരെ ആയാസകരമായ ഒരു സീരീസ് ആണ് ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. അവിടേക്ക് പോകുമ്പോൾ തയ്യാറെടുപ്പോടുകൂടി പോകേണ്ടതുണ്ട്. അവിടെ അദ്ദേഹത്തിന് കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഒരു സീരീസിൽ തകർന്നടിഞ്ഞു പോയ വിരാട് കോഹ്ലി ഉയർത്തെഴുന്നേറ്റ് വന്ന് ആ ബോളേഴ്സിനെയൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു രാജാവായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് താൻ എങ്ങനെയായിരുന്നോ ആ രീതിയിലേക്ക് തന്റെ കളി ഉയർത്തി എടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ശ്രമം ഇത്, അല്ലെങ്കിൽ അത് അത്രത്തോളം ഇത് അർഹിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അനുഭവ സമ്പത്ത് ഉപകാരപ്പെട്ടേനെ എന്നുള്ള സംശയമൊന്നും വേണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ തീരുമാനമായിട്ട് അതിനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ 36 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം ഇപ്പോഴും ഫിറ്റ് ആണ് എന്നുള്ളതാണ് ആൾക്കാരെ കൗതുകകരമായി ഇക്കാര്യത്തെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത്. 36 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് പലരും, നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ അയാൾ റിട്ടയർ ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞ് പഴി പറഞ്ഞുകൊണ്ടിരുന്ന ആരാധകരാണ് ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് 36 ആയിട്ടുള്ളൂ എന്ന് നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി പറയുന്നത്. അതിന്റെ ഒരൊറ്റ കാരണം അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ, അദ്ദേഹത്തിന്റെ ജീവിത രീതികളെ ഇത്രത്തോളം സീരിയസ് ആയിട്ട് കണ്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു 36 വയസ്സായിട്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ RCBയുടെ മത്സരങ്ങൾ കാണുന്ന സമയത്ത് ആ മൈതാനത്ത് ഏറ്റവും ചുറുചുറുക്കോടുകൂടി നിൽക്കുന്ന ഒരു താരം ആരാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആ 2ാം റണ്ണിന് തയ്യാറെടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരാട് കോഹ്ലി എന്ന് തന്നെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിട്ടുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഫിറ്റ്നസിനേക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകളും അതും ഒരുപാട് സമയവും അല്ലെങ്കിൽ എനർജിയും എടുക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ടെക്നിക്കലി ആയിക്കോട്ടെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് അദ്ദേഹം നടത്തുന്നത്. അത് എളുപ്പമല്ല. IPL പോലുള്ള വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ ഒരു ടൂർണമെന്റിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് സീരീസിലേക്ക് പോവുക, ഡ്യൂക്സ് ബോളിനെ കളിക്കുക, അല്ലെങ്കിൽ ഇത്രത്തോളം സീ മൂവ്മെന്റിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലേക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. ശരീരക്ഷമതയുടെ കാര്യമല്ല, പക്ഷെ ടെക്നിക്കലിയും ടാക്ടിക്കലിയും അദ്ദേഹത്തിന് മാറേണ്ടതുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.